ഹായ്, ഫുഡീസ് വേഴ്സസ് ഫുഡീസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ചെറിയ വീഡിയോ ആണ്. മഹാരാജാസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഗജ ഭീകരന്മാരെയാണ്. നിങ്ങൾ കോളേജ് പഠിക്കുമ്പോൾ കാണാൻ ഏറ്റവും സുന്ദരൻ ആരായിരുന്നു? അച്ഛൻ ഫുട്ബോള്, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, ഷട്ടില്. ഇതില് ആരായിരുന്നു ഏറ്റവും പഠിക്കുന്ന ആള്? മെമ്മറബിൾ മൊമെന്റ്. അങ്ങനെയായിട്ട് വരുമ്പോളെ ഹായ്, ഫുഡീസ് വേഴ്സസ് ഫുഡീസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മൾ സൂറത്തെല്ലാം പോയി നാട്ടിലെത്തി. 2 ദിവസം അതിൻ്റെ ഫുൾ ഹാങ് ഓവർ ആയിരുന്നു. നമ്മൾ പെട്ടെന്നുള്ളൊരു ഡിസിഷൻ ആയ കാരണം കൊണ്ട് നമ്മൾ ട്രെയിനിലാണ് പോയത്, ഫ്ലൈറ്റിലായിരുന്നില്ല. ട്രെയിനിലായത് കാരണം കൊണ്ട് തന്നെ 2 ദിവസം ഫുൾ ട്രെയിനിലായിരുന്നു. ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആടി നിൽക്കായിരുന്നു. കാരണം എൻ്റെ വിചാരം ഞാൻ ട്രെയിനിലാണ്. എൻ്റെ അൺകോൺഷ്യസ് മൈൻഡിൽ ഞാൻ ട്രെയിനിൽ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഭയങ്കര ഹറിബറിയായിപ്പോയി. നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ഡേറ്റ് മാറ്റി ഇപ്പോൾ ലാസ്റ്റ് ഒരു ഡേറ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നായ കാരണം കൊണ്ട് തന്നെ നമ്മുടെ അറിയാലോ മെയിൻ സംഭവം കോസ്റ്റ്യൂം, മേക്കപ്പിൻ്റെ കാര്യം ഓക്കെ ആയി, ഇവൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. കോസ്റ്റ്യൂം മാത്രം ലാസ്റ്റ് എൻഗേജ്മെൻറ്റ് പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചാലും എൻഗേജ്മെൻറ്റ് പോലെ ആവരുതേ. ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു ഡ്രസ്സ് ക്യാൻസൽ ചെയ്തു, ഉള്ള ഡ്രസ്സ് തന്നെ ഫുൾ കംപ്ലീറ്റ് ആയില്ല. ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അപ്പോൾ വെഡ്ഡിങ്ങിനെങ്കിലും ഒരു 1 month മുമ്പ് എല്ലാം കംപ്ലീറ്റ് ആക്കി വെക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ സൂറത്ത് പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഷോപ്പിലോട്ടേക്കും കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ടും കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു മെറ്റീരിയൽസ്. ഇപ്പം നമ്മൾ ബൈ ഹാൻഡ് കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാം നമ്മൾ കുറച്ച് മെറ്റീരിയൽസൊക്കെ നമ്മൾ കയ്യിൽ കൊണ്ടുവന്നു. ഇനിയുള്ളതെല്ലാം നമുക്ക് അവിടുന്ന് കൊറിയർ ചെയ്തിരിക്കുകയാണ്. ഇന്ന് ജനുവരി 13th ഇതുവരെയായിട്ടും ഒരു കോസ്റ്റ്യൂം പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് വെഡ്ഡിങ് വരുന്നത് February 16th, 10th തൊട്ട് ഫംഗ്ഷൻ സ്റ്റാർട്ടാവും. അപ്പോൾ ഒരു 8-9 ഫംഗ്ഷൻസ് ഉണ്ട്. ഒരു കോസ്റ്റ്യൂം പോലും സ്റ്റാർട്ട് ചെയ്തില്ല. 20 to 30 ഡേയ്സിന് വരെ നമുക്ക് ഡേയ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൂ. 2 ഡേയ്സിനുള്ളിൽ സൂറത്ത് നിന്നുള്ള കൊറിയറുകളെല്ലാം എത്തും എന്നാണ് വിചാരിക്കുന്നത്. അത് എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സൂറത്ത് നിന്ന് വന്ന് 2 ദിവസം മൊത്തം എന്തൊക്കെയോ പോലെ ഇരുന്നു. ഇപ്പോൾ നമ്മൾ വർക്കൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്തത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒരു ഗെറ്റ് ടുഗദർ പോലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം കഴിഞ്ഞ് 1 to 2 ഡേയ്സിനുള്ളിൽ കൊറിയറും കൂടി എത്തിക്കഴിഞ്ഞ് അതിനുള്ളിൽ കസ്റ്റമർ കമ്മിറ്റ്മെൻ്റ് എല്ലാം ഫിനിഷ് ചെയ്തിട്ട് മനസമാധാനമായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ ഒരു കുഞ്ഞി വ്ളോഗാണ് കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കാം. ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്, വീടാണ്. ലൂക്കേനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് വർഷത്തിലൊരിക്കലും ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാവാറുണ്ട്. അതിൽ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഇതിപ്പോൾ ഇവരുടെ ക്ലോസ് ഫ്രണ്ട്സ്, ഇവരുടെ കോളേജിലുണ്ടായിരുന്ന ഇവരുടെ ഒരു എൻജിനീയറിങ് കോളേജിലുള്ള കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് മാത്രം, അവരുടെ ഫാമിലി മാത്രമായിട്ടുള്ള ചെറിയൊരു ഗെറ്റ് ടുഗദറാണ്. കോളേജിലെ മൊത്തത്തിലുള്ളതല്ല. അത് വർഷത്തിലൊരിക്കലും എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത് പെട്ടെന്നുണ്ടായൊരു ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ലൂക്കേനും കൊണ്ടുവന്നു. അച്ഛൻ, അമ്മ, നിച്ചു, ഞാൻ, ലൂക്ക, റൂബിൻ ചേട്ടൻ, നമ്മളെല്ലാവരും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെയുള്ള ആൾക്കാരെ വെഡ്ഡിങ്ങിനെ ക്ഷണിക്കാമെന്ന് വിചാരിച്ചു. ലൂക്ക അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ കാണിക്കാൻ പോണത് മഹാരാജാസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഗജ ഭീകരന്മാരെയാണ്.
44 വർഷങ്ങൾക്ക് ശേഷമാണ് മിസ്റ്റർ ഉണ്ണികൃഷ്ണനെ കണ്ടുമുട്ടുന്നത്. ഞങ്ങളുടെ ഹോസ്റ്റൽ ലൈഫ് എല്ലാം കഴിഞ്ഞ്, പഠിപ്പും കഴിഞ്ഞ്, പരീക്ഷയും കഴിഞ്ഞ് പിന്നീട് കണ്ടുമുട്ടുന്നതാണ്. ഞാൻ ഒരു 30-40 വർഷം പുറം നാട്ടിലായിരുന്നു. 30 വർഷം ദുബായ്, അത്രയൊക്കെ ആയിട്ട് 10 വർഷത്തോളം ബോംബെ, അങ്ങനെ എൻ്റെ ലൈഫും കഴിഞ്ഞ് വീട്ടിൽ ഇരിപ്പാണിപ്പോൾ. പിന്നെ ഉണ്ണികൃഷ്ണനെ അങ്ങനെ കണ്ടതിലുള്ള ഏറ്റവും സന്തോഷമാണ് ലൈഫിലെ മെമ്മറബിൾ മൊമെൻ്റാണ്. പിന്നെ ലത്തീഫ് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ മുത്താണ്. എന്തായിരുന്നു കൺസ്ട്രക്ഷൻ ബിൽഡേഴ്സ് ആണ്. എന്തായിരുന്നു പേര്? ഒറിജിനലാണ്. ഏത് സ്റ്റീലാണ് ഉപയോഗിക്കാറ്? ഏറ്റവും സ്ട്രോങ് ഞങ്ങളിപ്പോ സ്റ്റീൽ അരച്ചു MLA എന്തായിരുന്നു കേട്ടല്ലോ. MLA ഒന്നുമില്ല. ഞാനൊരുപോലെ പഠിപ്പൊക്കെ കഴിച്ചിട്ട് നാട്ടിൽ ചെറിയ കോൺട്രാക്ട് ബിസിനസ് ഒക്കെ നടക്കുന്നു. അതിന്റെ ഇടയിൽ ഇതുപോലെ ചില പൊതുരംഗത്തൊക്കെ വന്ന് ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഏരിയയിലെ ഒരു പ്രവർത്തകനായിട്ട് നിൽക്കുന്നു. ചാവക്കാട് നഗരസഭയിൽ ഒരു 10 വർഷത്തോളം വൈസ് ചെയർമാനായിരുന്നു. ഇപ്പോൾ ചെറിയ ഹോട്ടൽ ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഞങ്ങള് ഈ പറഞ്ഞ പോലെ വളരെ വർഷങ്ങൾക്ക് ശേഷമുള്ള സജീഷിനെ വേണുനിന്നാണ്. അബ്ബാസിന് അതിനിടയ്ക്ക് ഇവര് ഇതിന്റെ ഇടയിൽ വീക്ക്ലി അല്ല വർഷത്തിൽ ഒരിക്കല് ഗെറ്റ് ടുഗദർ ഉണ്ടാവാറുണ്ട്. ലത്തീഫിനെ പിന്നെ ഒരുവിധം എല്ലാ തവണയും വരുമ്പോ കാണാറുണ്ട്. ആളെ കിട്ടാൻ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്തോ ഞങ്ങള് അറിഞ്ഞത് അവിടെ എന്തോ വല്ല തീപിടുത്തം കാര്യമായിട്ട് നടന്നു. അപ്പത്തിൽ ഞങ്ങള് US വെച്ച് കണ്ടുകൊണ്ടിട്ടുണ്ട്. അല്ല, നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോ കാണാൻ ഏറ്റവും സുന്ദരൻ ആരായിരുന്നു? അത് സജീഷ്. അതൊരു സുന്ദര അതവള് കേക്കാൻ വേണ്ടിട്ട് ഇതില് ആരായിരുന്നു ഏറ്റവും പഠിക്കുന്ന ആള്? പഠിക്കുന്നത് ആ കാര്യം മാത്രം ചോദിച്ചു. ഡിപ്പാർട്ട്മെന്റ് അപ്പൊ നിങ്ങൾ സിവിലല്ല? എല്ലാവരും സിവിലല്ല? സിവിലുണ്ട് കുറെ. എല്ലാവരും ഒരു ക്ലാസ്സായിരുന്നു. എല്ലാവരും കുഴപ്പമില്ല പഠിക്കാൻ. ഇതിലിപ്പോ ഞങ്ങളുടെ ഇതിൽ ലത്തീഫായിരുന്നു ഒത്തിരി ബെറ്റർ. ഇവനായിരിക്കും. ഞങ്ങളൊക്കെ ബാക്ക് ബെഞ്ച് ആൾക്കാരായിരുന്നു. ഇതിൽ ഏറ്റവും കുരുത്തക്കേട് ആർക്കായിരുന്നു? ഡാൻസ്, പാട്ട്, സ്പോർട്സ്? ഞാൻ ഷട്ടിലിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. ഷട്ടിൽ ബാറ്റിന് പിന്നെ ഡിസ്ട്രിക്ട് ശരിയാണോ സെലക്ഷൻ കിട്ടിയിരുന്നു. ഷട്ടിലില് നല്ല നല്ല കോച്ചിങ്ങിനൊക്കെ പോയിരുന്നാണ്. അതൊക്കെ പിന്നെ അങ്ങനെ ഫുട്ബോളിൽ ലീഗിൽ കളിക്കാറുണ്ട്. ഞാൻ ലത്തീഫ്, സജീഷ് ഡിവിഷൻ ലീഗിലൊക്കെ വിളിച്ചിട്ടുണ്ട്. തൃശ്ശൂര് പിന്നെ അബ്ബാസായിരുന്നു അവിടുത്തെ ബോളൊക്കെ പറഞ്ഞിരുന്നു. അച്ഛൻ ഫുട്ബോള്, ക്രിക്കറ്റ്, ഹോക്കി, എല്ലാവരും കളിച്ചിരുന്നു. ബാഡ്മിന്റൺ, ഷട്ടില്. അതേത് കളികൾ? സിനിമയില് സിനിമ കാണാൻ തോന്നുന്ന സമയം ടൗണിലെ ആളറിയാത്ത ആരും ഇല്ല. അത്രയ്ക്ക് സേക്രഡ് ഹാർട്ട്, സെന്റ് മേരീസ്, പിന്നെ ഹോളി ഫാമിലി അടക്കമുണ്ട്. നിങ്ങൾ ബോയ്സ് ഓൺലി ആയിരുന്നോ കോളേജ്? ഞങ്ങള് മിക്സാ. പക്ഷെ അവിടെ ഒരു സ്പെഷ്യൽ കാറ്റഗറി മാത്രമേ വരുള്ളൂ. മിക്സ്
എന്തൊരു ബസ്സിൽ പോയൊരു കഥ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് അബ്ബാസിക്കയുടെ കൂടെയായിരുന്നോ? ഒരു ബസ്സിലെ കഥ, അത് വേറെ സ്കൂളായിരുന്നു. ഞങ്ങള് ഹോസ്റ്റലിൽ ഒരു റൂമായിരുന്നു. ഞങ്ങളതിന് വേറൊരു കുഴപ്പങ്ങളൊന്നും. ഞങ്ങൾ 8, 9, 10 വരെ JTS ഒരുമിച്ച് പഠിച്ചാണ് ഞാൻ സജീഷ്. അതിനുശേഷം ഇവിടെ MTL ഒരുമിച്ചിട്ട് വന്നതാണ്. രണ്ടാളും വലിയ ഗഡികളാണെന്നും എനിക്ക് കാഞ്ഞങ്ങാട് കിട്ടിക്കോളില്ലേ, ഇവര് കിട്ടിയിട്ടില്ല. ആ ഒരു കൊല്ലം ഞാൻ പഠിച്ചില്ല. അത്രയ്ക്ക് അതിന്റെ പുറകില് പല കാര്യങ്ങളുണ്ട്. ഇവിടുന്നാണ് കുറെ കഥകൾ കിട്ടുന്നത്. എന്തോ വലിയ സീക്രട്സ് ഒക്കെ ഇവിടെയാണ്. അതായത് രണ്ടാളും വലിയ ഗഡികളായിരുന്നു. മറ്റവൻ വെള്ള ഷർട്ട് ഇട്ടിട്ടേ വരുള്ളൂ. ഗൾഫുകാരനാന്ന്. ചാവക്കാട്ടത്തെ ഗൾഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡ്. 100 നോട്ട് എല്ലാം ഇതിലും തെളിയിച്ച് വേൾഡ് ബാങ്ക് ആയിരുന്നു. അപ്പൊ 100 നോട്ടില്ലാണ്ട് ആള് വരില്ല. ഞങ്ങളൊക്കെ മാക്സിമം 10 നോട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. അത്രക്ക് ഗഡിയ. പിന്നെ എന്തൊരു കാര്യം എങ്ങനെയായിട്ട് വരുമോളെ? ഇങ്ങനെയൊക്കെ തന്നെ വരുമോ? ഇത് വേണം. നമ്മൾ രാഷ്ട്രീയമായി പോയി കഴിഞ്ഞ് 10-64 വയസ്സായി. ഇപ്പം നമ്മൾ ഇതുപോലെ പെൺകുട്ടി വന്നിരുന്നില്ല. ആ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ JTS പഠിക്കുമ്പോൾ വളരെ കുറച്ച് ഉണ്ടായിരുന്നു. കോളേജില് ലവ് മാരേജ് ഒന്നും ആർക്കും ഉണ്ടായിട്ടില്ല അല്ലെ? ഉണ്ടായിരുന്നു. അതെ, ഞങ്ങള് രണ്ടാള് ഹോസ്റ്റലിലെ റൂമിലായിരുന്നു. പിന്നെ ഭയങ്കര ധൈര്യ. ഇപ്പൊ ഞങ്ങളൊക്കെ ചീത്ത തിരിച്ച് ഇതൊക്കെ ചെയ്യും, ഷൗട്ട് ചെയ്യും, വേഗം ഉറങ്ങട ഇടുന്നു. അങ്ങനെ ഒരു ദിവസം അടി കൂടെ ഒരു നഖം കാണുന്നു പറഞ്ഞത് വാതിലിന്റെ അടി കൂടെ തൊട്ടടുത്ത് കാഴ്ച വാടേ എടുക്കുന്നു താഴത്തേക്ക്. പ്രേതം പോട്ടെ, ഇത് ഒറിജിനല്ല. എന്നിട്ട് വേറൊരുത്തനുണ്ട്, അവന്റെ പേര് എന്തെന്നാ, ഷൺമുഖൻ. പാട്ടുകാരനാ, ഡിസ്ട്രിക്ട് ലെവലൊക്കെ സ്റ്റേറ്റ് ലെവൽ പാട്ടുകാരനാ. അത് ലക്കില്ലാണ്ട് സപ്പോർട്ടിങ് ഇല്ലാണ്ട് അല്ലെങ്കിൽ അവന് നല്ല ഇതില് എത്തുമായിരുന്നു. ഒറിജിനൽ ഇവൻ താഴ്ത്ത് കെടുക്കും. ഇവന്റെ കട്ടില് കെടുക്കില്ല ഷൺമുഖൻ. ഇവൻ കാലോട്ട് എന്താന്ന് വെച്ചാൽ ഈ ഗവൺമെന്റ് ഇതിലത്തെ കട്ടിലല്ലേ, ഹോസ്റ്റലല്ലേ. അപ്പൊ അതൊക്കെ പൊക്കി അവിടെ ഇടും. ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്താന്ന്. നല്ല ഉറക്കമേ. ഞാൻ ഉറക്കൊന്നല്ല, ഞാൻ ഇവരൊക്കെ ഒന്ന് ഉറങ്ങട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇരിക്കുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ധൈര്യം, പിന്നെ വലിയ ധൈര്യമാണ്. പിന്നെ ഞാൻ വിളിച്ച അവസാനം പറഞ്ഞ ഉണ്ണീഷിന് എന്താ സംഗതി നോക്കുന്നു. അപ്പൊ ഉണ്ണീഷിനൊക്കെ ഒന്ന് നോക്കി എന്നിട്ട് ആദ്യം കുറച്ച് കഴിഞ്ഞപ്പോ ഇപ്പം പറയാ ഷൺമുഖൻ ഇത് നഖം കാണുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മുൻപ് ഒരു കഥ പറഞ്ഞു. കാഴ്ചബംഗ്ലാവിന്ന് കരടി ഓടിയുണ്ട്, വരാറുണ്ട്, ഇവിടെ വന്നു എന്നൊക്കെ കേട്ടു. അപ്പൊ അതൊക്കെ കേട്ട് ഇങ്ങനെ രണ്ടാണ്ട് കേട്ടു. ഇതാ കേട്ടോട് കൂടി ഉണ്ണികൃഷ്ണൻ തേക്ക് എടുക്കിട്ട് അടി ഇടി പിടി അങ്ങനൊന്നും ഇല്ല അല്ലെ? ആരുണ്ടായിരുന്നു? എല്ലാരും അല്ലായിരുന്നു. പിന്നെ എന്തിനായിരുന്നു കൂടുതൽ എൻഗേജ് ആയിരുന്ന സമയം കിട്ടാത്തതല്ലേ? അച്ഛൻ ജനറൽ ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് കേട്ടല്ലോ. അപ്പൊ ക്യാപ്റ്റനായ കാരണം ഞങ്ങൾ എല്ലാ ടീമിലും ഞങ്ങളൊക്കെ ഉണ്ടാവും, കളിക്കാരും ഉണ്ടാവും. ഈ സ്പോർട്സില് സ്പെഷ്യൽ ആയിട്ട് ഇവന് ജനറൽ ഇത് ഈ ഇതിന്റെ ഇതിൽ കയറ്റുന്ന കഴിഞ്ഞാൽ ഇവൻ ഉണ്ടായി കഴിഞ്ഞാൽ കുറെ പെൺപിള്ളേർ ആ ഗ്രൂപ്പിലേക്ക് വരാൻ താല്പര്യം കാണിക്കും. ഇത് ആക്കിയത് ഞാൻ JTS പഠിക്കുമ്പോ 8ൽ പഠിക്കുമ്പോ ഞാൻ പഴയ കോടതി റൗണ്ടിൽ ഇറങ്ങും. ഇന്നത്തെ കല്യാണം അതിലൊരു വഴിയുണ്ട്, ചെറിയ റോഡ് JTSലേക്ക് പോകാൻ. അപ്പൊ അതിന്റെ അടുത്ത് വലിയൊരു ഫാമിലി ഉണ്ട്. ഒരു മേനോനാണ്ടായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ കുട്ടികളൊക്കെ. അപ്പൊ ഞാനൊക്കെ ഈ ട്രൗസർ ഇട്ടിട്ട് ബോഡി പുസ്തകം പഠിച്ച് പോകണം, ഒന്ന് നോക്കിയൊക്കെ പോവാന്ന് വലിയ. പിന്നീട് ഒരു സെന്റ് മേരീസ് ഒക്കെ ആയി. പിന്നെ നോക്കിക്കൊണ്ട് ഇവനോട് വർത്താനം പറഞ്ഞതാണ്. ആരോട്? എന്റെ അച്ഛനോടോ? അതെന്താ അച്ഛനെ ഗേൾസ് ഫ്രണ്ട്സ് ഇല്ല, സംസാരിക്കാറില്ല എന്നൊക്കെയല്ലോ പറഞ്ഞത്. അത് കുറെ വർഷങ്ങൾക്ക് ശേഷം. കുറെ വർഷങ്ങൾക്ക് അധികം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഡേറ്റ് ഓഫ് ബർത്ത് അന്വേഷിക്കുന്നുണ്ടാതെ നിങ്ങൾ പഠിക്കുന്ന ഏജ് എത്രയാ? 65ന്റെ അടുത്ത് വിചാരിച്ചോ? 63, 65. 63 അല്ല,
64, 5. ആ അവരൊക്കെ ഒരു വയസ്സാവും പറഞ്ഞില്ലേ, അവന് വേണ്ടി മറ്റേത് ചെയ്തില്ലേ, ഒരു വർഷം കളഞ്ഞില്ലേ. ഓ, അങ്ങനെ അതിന്റെ നന്ദി സ്നേഹം ഉണ്ടോന്ന് നോക്കിയാൽ ഇപ്പോഴും സ്നേഹം മറക്കൂല. അബ്ബാസിക്ക് ഡാൻസ് കളിക്കായിരുന്നു. ഞാൻ കാണുമായിരുന്നു. ബസ്സിന് അങ്ങനെ ഒരു ഇതുമില്ല അല്ലേ, പെൺകുട്ടികളൊക്കെ വന്നു ഇങ്ങനെ തൊട്ട് നോക്കുക ബസ്സിന്. പിന്നെ വേറെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഓർമ്മയില്ല, ഇവർക്ക് ഈ കാന്ന് ഭയങ്കര മെമ്മറിയുള്ള പറഞ്ഞു കഴിയുമ്പോ സങ്കടം തോന്നുന്നു. ഞങ്ങൾക്ക് മെമ്മറിന്ന് വരുന്നത്. പക്ഷെ ഇവിടെ ചിലവരൊക്കെ വളരെ അടുപ്പുണ്ടായിരുന്നവരാ. പക്ഷെ ആള് മിസ്സായി പോയി. അയാള് സീനിയർ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നീട് വന്ന് ഞങ്ങളുടെ ക്ലാസ് ജോയിൻ ചെയ്തു. ഭയങ്കര വയറും സിനിമ ലുക്കിലും ഇങ്ങനെ ഹാൻസം വേറെ പേടിച്ച പോലെ ഞാൻ എല്ലാ പെൺകുട്ടികളും നിക്കയുടെ വയറുണ്ട്, അത്രയും സ്നേഹ